നമസ്കാരം, അമ്മൂസ് കറിവേൾക്ക് വീണ്ടും സ്വാഗതം. ഒരുപാട് വർഷത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്യാൻ പോവാണ്. ഇന്ന് ഞങ്ങൾ അൽക്കൂർ തക്കീറയിലെ ബീച്ചിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ പ്രിപ്പറേഷൻ ചെയ്യാനുള്ള സെറ്റപ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമുക്കൊന്ന് കാണാം. ഇന്നത്തെ സ്പെഷ്യല് ഐക്കൂറ കറി ഫ്രൈ ഉണ്ട്, പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്, അതിൻ്റെ ഒപ്പം ചോറ്, ഒരു തോരൻ. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യല്. ഐക്കൂറ കറി ഉണ്ടാക്കുന്നത് നമ്മുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് മിസ്റ്റർ അനുവാണ്. അപ്പോൾ അനുവിനും കൂടി നമുക്ക് ഇതിൽ പരിചയപ്പെടുത്താൻ ഞാൻ. പിന്നെ ഞങ്ങളുടെ 2 ഫാമിലി വന്നിട്ടുണ്ട്, ബിനോയ് എൻ്റെ വൈഫ്, പിന്നെ എൻ്റെ വൈഫ് മോൾ. ഇത്രയും ടീമായിട്ടാണ് ഞങ്ങളിവിടെ അൽക്കൂറിൽ വന്നിട്ടുള്ളത്. നമുക്ക് ബാക്കിയുള്ള വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ചോറ് വെന്തുകൊണ്ടിരിക്കുകയാണ്. നല്ല വേവ് ഉണ്ടായിരിക്കുക. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അടുത്തത് മീൻ കറി, പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വറവ് ഐറ്റംസ് കിടക്കുള്ളൂ. ഇപ്പം തന്നെ ഏകദേശം 3 മണിയായി, ഇവിടെ ഖത്തർ സമയം 3 മണിയായി. അപ്പോൾ നമ്മുടെ ചോറ് വെന്തുകൊണ്ടിരിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മീൻകറി വെക്കാൻ പോണത്, അത് ഇൻറ്റിമേറ്റ് ഫ്രണ്ടിൻ്റെ അനു. അപ്പോൾ അവൻ്റെ മീൻകറി നമുക്ക് കാണാം എങ്ങനെ വെക്കും നോക്കാം. ആദ്യമായിട്ട് കടുക് ഇടുക, കുറച്ച് കടുക് ഇങ്ങനെ പൊട്ടിങ്ങനെ വരുന്ന സമയത്ത് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. പൈക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി, പച്ചമുളക്, ഈ 4 ഐറ്റം അരിഞ്ഞത് ഇങ്ങനെ നന്നായി വഴറ്റി കൊടുത്തതിൽ ഇതിലേക്ക് 2 തണ്ട് വേപ്പിലിട്ട് കൊടുക്കും. നല്ല കാറ്റാണ്. ഇപ്പോൾ ഞങ്ങളുടെ വോയിസൊക്കെ കറക്റ്റായിട്ട് കേൾക്കുമെന്ന് തന്നെ സംശയമാണ്. അപ്പം അതുകൊണ്ടാണ് ഗ്യാസ് കത്തുന്നതിന് ഇങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ ചെയ്തിട്ട് വന്നിട്ടുള്ളത്. ഈ എല്ലാ ഐറ്റംസും നല്ല വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അടുത്തത് 4 ടീസ്പൂൺ, ഒരു 5 ടീസ്പൂൺ കാശ്മീരി ചില്ലി. അപ്പോൾ അനുവിൻ്റെ കറിയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീരി ചില്ലിയാണ്. നമ്മുടെ തൃശ്ശൂർക്കാരൊക്കെ അത് കുറവ് ഉപയോഗിക്കാറ്. ഇപ്പം പിന്നെ ആലപ്പുഴ സ്റ്റൈൽ സാധനമായ കാരണം ഈ കാശ്മീരി ചില്ലി നന്നായി ഉപയോഗിക്കും. പിന്നെ നമ്മുടെ സാധാരണ മുളക് പൊടി 1 ടീസ്പൂൺ കൂടി ഇതിൻ്റെ ഒപ്പം ചേർക്കണം കേട്ടോ. സാധാരണ മുളക് പൊടി 1 ടീസ്പൂൺ. മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നേ തന്നെ നമ്മൾ തുടങ്ങിയിട്ട് മുന്നേ തന്നെ നമ്മൾ കുടംപുളി കുറച്ച് വെള്ളത്തിൽ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുടംപുളി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മൂത്ത ഈ മസാലയിലേക്ക് നമുക്ക് കുടംപുളിയും വെള്ളം അടക്കം ഒഴിച്ചു കൊടുക്കും. പുളിവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കും. തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കഴുകി വെച്ച മീൻ നമുക്കതിൽ മണിച്ചേട്ടൻ പറയാറുള്ള പോലെ എൻ്റെ ഒരേ ഒരു ഭാര്യ, പിന്നെ എൻ്റെ മോള് നക്ഷത്ര. മീൻകറി നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് നമ്മൾ വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വെറുതെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ഇതാണ് നമ്മുടെ അനുവിൻ്റെ സ്പെഷ്യൽ മീൻകറി. അടുത്ത് നമ്മുടെ ഐറ്റം ചിക്കൻ ഫ്രൈ ആണ്. അതെൻ്റെ വൈഫിൻ്റെ സ്പെഷ്യലാണ്. അപ്പോൾ മസാല ഒക്കെ ഓൾറെഡി ഞങ്ങൾ നേരത്തെ കൂട്ടി വെച്ചു, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ നമുക്ക് ഇനി ഉരുളി വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ ഓയിൽ വെച്ച് കൊടുക്കും. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 കറിവേപ്പില കൊടുക്കാം.
മീൻ കഴുകലും ചിക്കൻ റെഡിയാക്കണ തിരക്കിലൊക്കെ മസാല പറയാൻ വിട്ടുപോയി. അത് ഓൾറെഡി വൈഫ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മസാല എങ്ങനെ ഉണ്ടാക്കണമെന്ന് വൈഫിന് പറഞ്ഞു. ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ലെമൺ ജ്യൂസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, മല്ലിപ്പൊടി കുറച്ച് ഞാൻ ആഡ് ചെയ്യാറുണ്ട്. പിന്നെ അത് മിക്സ് ചെയ്തിട്ട് അതാണ് ഇതിൻ്റെ. അടുത്ത നമ്മുടെ വറവ് ഫിഷാണ്. അപ്പോൾ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഫിഷ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫിഷും ചിക്കനും മസാല കൂട്ടുന്നത് ഞാൻ വീഡിയോയിൽ പറയാൻ പറ്റില്ല. ഈ ഫിഷിൻ്റെ മസാല കൂട്ടുന്നത് എൻ്റെ വൈഫ് പറഞ്ഞു. ഫിഷ് ഫ്രൈ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മസാല എങ്ങനെയാണെന്നുള്ളത് വൈഫ് പറഞ്ഞു. മസാല എങ്ങനെ ഉണ്ടാക്കാം? ഫിഷ് ഫ്രൈക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ പെരുംജീരകം, അതിലുപൊടി, പിന്നെ ലെമൺ ജ്യൂസ്, മല്ലിപ്പൊടി ആഡ് ചെയ്യും. അവസാനത്തെ ഐറ്റം ചെറിയൊരു പയറ് മെഴുക്ക്. അപ്പോൾ എണ്ണ മറ്റേ ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായി 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. പച്ചമുളക്, 1 തണ്ട് വേപ്പില. അപ്പോൾ പച്ചമുളകും വേപ്പിലൊക്കെ വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ബീൻസ് അരിഞ്ഞതും കുറച്ച് സവാള കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ എല്ലാ ഐറ്റവും റെഡി ആയിട്ടുണ്ട്. ചോറ്, പിന്നെ ആലുവിൻ്റെ മീൻ കറി, പിന്നെ ഫിഷ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, പിന്നെ തോരൻ, പിന്നെ നമ്മൾ പറയാതെ ഒരു സാധനം പെട്ടെന്ന് ഉണ്ടാക്കി ഓംപ്ലേറ്റ്, പിന്നെ പപ്പടം. ഇത്ര ഐറ്റംസാണ് നമ്മളിന്ന് ഫ്രൈഡേ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.